നമസ്കാരം. ഫെബ്രുവരി 7 അതായത് വെള്ളിയാഴ്ച ഇന്ന് അപൂർവമായ ഗ്രഹ സമന്വയം നടക്കുകയാണ്. സമ്പത്തും സുഖങ്ങളും നൽകുന്ന ശുക്രന് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന വെള്ളിയാഴ്ച മീനത്തിൽ രാഹുവിനൊപ്പം സഞ്ചരിക്കുന്നതിലൂടെ ശുക്രൻ മാളവ്യ രാജയോഗം രൂപീകരിക്കുന്നതാണ്. അതേസമയം ചന്ദ്രൻ ഇടവത്തിൽ വ്യാഴത്തിനൊപ്പം ഗജകേസരി യോഗവും സൃഷ്ടിക്കും. ഈ ദിവസം ശുഭകരമായ രോഹിണി നക്ഷത്രം കൂടിയാകുന്നു. അതിനാൽ തന്നെ ഇന്ദ്രയോഗവും ഇന്ന് രൂപാന്തരം കൊള്ളുന്നുണ്ട്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രധാനമായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ നിറയുന്നതായ സമയമാകുന്നു. ആ ഭാഗ്യ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ പ്രതീക്ഷകൾ നിറഞ്ഞ ദിവസങ്ങളാണ് വന്നു ചേരുക. പല ദിശകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ഭാഗ്യം അനുകൂലമാവുകയും ധനപരമായ നേട്ടങ്ങളും മറ്റ് അനുകൂലമായ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തും. നിങ്ങൾ മുൻപ് നടത്തിയതായ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം ജീവിതത്തിലേക്ക് തേടിയെത്താം. ലാഭം നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾ, സാമ്പത്തികപരമായ തന്ത്രങ്ങളാണ് എങ്കിൽ പോലും ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ സാമ്പത്തിക പരാധീനതകൾ മറികടക്കുവാൻ സഹായകരമായ ചില തന്ത്രങ്ങൾ രൂപീകരിക്കുവാനും അതിൽ വിജയങ്ങൾ നേടുവാനും തന്മൂലം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സഹായകരമായി തീരും. ജോലി സംബന്ധമായ പല യാത്രകളും നിങ്ങൾക്ക് ഫലപ്രദമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധ്യത കൂടുതലാകുന്നു. കുടുംബജീവിതം കൂടുതൽ സന്തോഷകരവും പിന്തുണ നിറഞ്ഞതുമായി തീരുന്നതുമാണ്. പോസിറ്റീവായ സമീപനത്തിലൂടെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇവരുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ബന്ധങ്ങളിലൂടെ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലവിധ സഹായങ്ങൾ സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരുന്നതായ സാഹചര്യം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിയിലുള്ള വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല പദ്ധതികളിലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പദ്ധതികളിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളെയും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനോ അത് ധനമാണ് എങ്കിൽ പോലും വീണ്ടെടുക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. അല്ലെങ്കിൽ അതിനെ കവച്ചു വയ്ക്കുന്നതായ രീതിയിലുള്ള സാമ്പത്തിക അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. മത്സരങ്ങളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനോ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരാനോ സാധ്യത കൂടുതലാകുന്നു. വളരെ കാലമായി പരിഹരിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അത്തരം പ്രശ്നങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം.
കൂടാതെ ഈ സമയം സാമൂഹിക മേഖലകളിൽ സ്വാധീനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളിൽ നിന്ന് പോലും, അതായത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം നിങ്ങൾക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നതായ ചില സാമ്പത്തിക പരാധീനതകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പലവിധ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാനും നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായി ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും വിധം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഉത്സാഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉത്സാഹം നൽകുന്നതായ പല വാർത്തകളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും എതിരാളികൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യം വന്നു ചേരും. നിങ്ങൾക്ക് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മേലധികാരികളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പിന്തുണകൾ, അനുകൂലമായ സമീപനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. വളരെ കാലമായി നീണ്ടു പോയിട്ടുള്ളതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ജീവിത പങ്കാളിയുടെ ഉയർച്ച, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ശരിയായ രീതിയിൽ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ തർക്കങ്ങൾ പരിഹരിക്കുവാനും ഏത് വിധേയനെ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. അത്തരം ചില ചിന്താഗതികൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാകുന്നു. വന്നു ചേരുന്ന തൊഴിൽ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ദിവസമായി തന്നെ മാറും. പ്രതീക്ഷിക്കുന്നതായ പല വാർത്തകളും, ശുഭകരമായ വാർത്തകളും കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. ശ്രമങ്ങളും തന്ത്രങ്ങളും പല കാര്യങ്ങളിലും വിജയം കാണുന്നതായ ദിവസമാകുന്നു. തടസ്സപ്പെട്ടതായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരിചയസമ്പന്നരായ വ്യക്തികളുടെ സഹായത്തോടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്ത് പലവിധ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. കൂടാതെ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ വഴിയൊരുങ്ങും. സമൂഹത്തിൽ ആദരവും അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. നിക്ഷേപങ്ങൾ നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. പുരോഗതി നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, ഉത്സാഹം നൽകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. കൂടാതെ സഹപ്രവർത്തകരുടെയും വ്യക്തികളുടെയും പിന്തുണ ലഭിക്കാം. വരുമാനത്തിൽ അല്പം വർധനവ് പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളിലും സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു.